Hey guys, welcome back to another video. അപ്പോൾ ഇത് നമ്മൾ ബറാത്ത് നോമ്പിനെടുത്ത വീഡിയോ ആണ്. അതായത് ഫ്രൈഡേ വൈകിട്ട് അത്താഴം മുതൽ സാറ്റർഡേ വൈകിട്ട് നമ്മൾ നോമ്പ് തുറ വരെയുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് ശേഷം നമ്മൾ അത്താഴത്തിനുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. നോർമലായിട്ട് കേർഡ് റൈസും അതിലേക്ക് നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുക. നോർമലി അങ്ങനെ അത്താഴ സമയത്തൊന്നും കഴിക്കാറില്ല, നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊന്നും. നോർമലി നമ്മൾ കഞ്ഞി അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. അതാകുമ്പോൾ കുറച്ചെങ്കിലും ആ സമയത്ത് കഴിക്കാൻ തോന്നും. സോ നമ്മൾ ഇന്ന് കേർഡ് റൈസും പൊട്ടാറ്റോ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടൈമിൽ എണിച്ച് ഉണ്ടാക്കാറില്ല, കാരണം ഒന്നാമത് കുട്ടിയുണ്ട്. എല്ലാത്തിനും ആ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല, ചൂടാക്കാറില്ല. നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ഹോട്ട് പാക്കിലാക്കി വെക്കാറാണ് പതിവ്. അതാകുമ്പോൾ നമുക്ക് എണീറ്റ് ബ്രഷ് ചെയ്തിട്ട് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ ഒന്നും ഉണ്ടാക്കാനും അത്ര പൂതി ഉണ്ടാവില്ല. സോ അപ്പോൾ എല്ലാം റെഡിയാക്കി ഞാൻ ഹോട്ട് പാക്കിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വെസൽസൊക്കെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. വെസൽസ് വാഷിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതെപ്പോഴും ഉള്ള പതിവാണ്. ഓരോരോ കുക്കിങ്ങിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സോ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചാൽ ഏകദേശം പണിയൊക്കെ ഓവറായി. നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സിങ്കും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ പണിയൊക്കെ ഒന്ന് അവസാനിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയിട്ട് കിടന്നുറങ്ങാം. നമ്മൾ കാലത്ത് അത്താഴത്തിന് 4 മണിക്ക് എണീക്കണം. സോ 4 മണിക്ക് എണീറ്റ് നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേർഡ് റൈസും പൊട്ടാറ്റോ ഫ്രൈയും കൂടി പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ കുറച്ച് മാത്രം വേഗം ഒന്ന് കഴിച്ചതിൻ്റെ വെസൽസും കൂടിയൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കണം. ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഒരു ഗ്ലാസ് ചായ ഇത്തിരി നിർബന്ധമാണ്. എല്ലാ ടൈമിലും കുടിക്കാറില്ല, പക്ഷേ ഈ നോമ്പ് സമയത്തിൽ ആ ഒരു ചായ കുടിച്ചാൽ നമുക്ക് സുബഹി നിസ്കാരം വരെ ഉറക്കം വരാതിരിക്കണമല്ലോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും കൂടി വെച്ച് അതൊക്കെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ചായയും കൂടി കുടിച്ച് അത്യാവശ്യത്തിനുള്ള വെള്ളവും കൂടി കുടിച്ച് കയറ്റിയിട്ട് നമ്മൾ റൂമിലേക്ക് പോയിരിക്കുക. സുബഹി ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ ഇനിയുള്ളത് വന്നിട്ട് നമ്മൾ നോമ്പിൻ്റെ ദിവസം വൈകിട്ട് നോമ്പ് തുറക്കുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ പകലൊന്നും അധികം വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ റെസ്റ്റ് എടുക്കുക, അത് മാത്രമല്ല നമ്മുടെ പരിപാടി. സോ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കി ചെറുതായിട്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. കട്ട്ലേറ്റ് നമ്മൾ ക്ഷീണം അനുസരിച്ചായിരിക്കും. ക്ഷീണമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യും. ക്ഷീണമാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കാറാണ് പതിവ്. സോ ഒന്ന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളിന്ന് സിമ്പിളായിട്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും മാത്രം ഇട്ടിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. പെട്ടെന്ന് ഒരു നോമ്പായതുകൊണ്ട് നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ പോയി എല്ലാം ഒന്ന് വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ സവാള വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ സോൾട്ടും പിന്നെ മസാലയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതും കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് അതിൽ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ അത് നമ്മൾ നോർമലി കട്ട്ലറ്റിന് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് എല്ലാം ഞാൻ ഫാസ്റ്റ് ഇതിൽ വീഡിയോ എടുത്ത് വിട്ടതാണ്. വേഗം എഗ്ഗിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ബാലൻസ് വന്ന എഗ്ഗ് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഒരു 4 ബ്രെഡിലും കൂടി അത് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 വിഭവമായല്ലോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ
ടൈം ആവുന്നുണ്ട്. സോ അപ്പം പെട്ടെന്ന് തന്നെ നമ്മളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. ഞാൻ 3 പ്രാവശ്യമായിട്ട് വേഗം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ അടുക്കളയിൽ വന്ന് നിന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ. അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം നമ്മുടെ ബ്രെഡും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 6 മണിൻ്റെ ഉള്ളിൽ എല്ലാ പണിയും തീർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇതൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് 1 സൈഡ് മാത്രമേ, ബാലൻസ് വന്ന എഗ്ഗ് ആയതുകൊണ്ട് 1 സൈഡ് മാത്രമേ നമ്മളത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പൊതുവെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ബാലൻസ് വന്നതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളത് ബ്രെഡിൽ 1 സൈഡ് ഇട്ട് കൊടുത്തു. പിന്നെ അത് 2 സൈഡ് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വാട്ടർ മെലൺ കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ പണി കഴിഞ്ഞു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.